നമസ്തേ. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും തളർന്നു പോകും, തകർന്നു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. ഏവരുടെയും ജീവിതത്തിലുണ്ടാകും. എത്ര വലിയ ധനാഢ്യൻ്റെ ആണെങ്കിലും എത്ര ദരിദ്രൻ്റെ ജീവിതത്തിലാണെങ്കിലും ഉണ്ടാകും. അങ്ങനെ തളർന്നു പോകും, തകർന്നു പോകുമെന്നുള്ള അന്തരീക്ഷം എത്തുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തെ ഉത്തേജിപ്പിക്കത്തക്ക രീതിയിൽ, കൈപിടിച്ചു ഉയർത്തത്തക്ക രീതിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് എത്തപ്പെടും. ഒരുപക്ഷെ അത്ഭുതമായിരിക്കും. നമ്മുടെ മുമ്പിലേക്ക് മറ്റു പല സാധ്യതകളും അത്തരം വ്യക്തിത്വങ്ങൾ തുറന്നിട്ട് തരും. അതുവരെ നമ്മൾ ചിന്തിക്കാത്തതും ഒരുപക്ഷെ നമ്മുടെ കഴിവിനെപ്പറ്റി അന്ന് വരെ നമ്മൾ അറിയാത്തതുമായ പല അറിവുകളും അവർ നമ്മിലേക്ക് ഓർമ്മകളിലൂടെ എത്തിക്കും, അല്ലെങ്കിൽ നമ്മെ ഓർമ്മപ്പെടുത്തും. അത് നമ്മൾക്ക് അളവറ്റ ആത്മവിശ്വാസവും പ്രചോദനത്തെയും നൽകും. ഉദാഹരണത്തിന് 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് ഏവരുമെങ്കിൽ ടീച്ചറിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. മറിച്ച് 40-ൽ 10 കുട്ടികൾ പഠിക്കുകയും 30 കുട്ടികൾ പഠിക്കുവാൻ താല്പര്യമില്ലാത്തവർ, അതായത് ഉഴപ്പുന്നവർ, അലസന്മാരാണെങ്കിൽ അത് ആ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഉത്തമയായ ഒരു ടീച്ചർ എപ്പോഴും ശ്രദ്ധിക്കുന്നത് മിടുക്കുള്ളവരെ കൂടുതൽ മികവിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യമില്ലാത്തവരെ, അലസന്മാരായിട്ടുള്ളവരെ ശ്രമകരമായ തലത്തിലേക്ക് എത്തിക്കുക, താല്പര്യമുള്ള തലത്തിലേക്ക് എത്തിക്കുക, അവരുടെ മുമ്പിലേക്ക് ജീവിതത്തിൻ്റെ ഉജ്ജ്വലകരമായ വഴിയെ തുറന്നിട്ട് കൊടുക്കുക. നിന്നാൽ കഴിയും, നിന്നാൽ കഴിയും, നിന്നാൽ കഴിയുമെന്ന് ഉത്തേജിപ്പിക്കാൻ പ്രേരിപ്പിക്കുക. എനിക്ക് ബുദ്ധിയില്ല എന്ന് പറഞ്ഞ് പരിതപിച്ച പലരും അധ്യാപകന്മാരുടെ നിരന്തരമുള്ള സ്നേഹമിശ്രണമായ ഉപദേശം, അതിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരാളോട് ഉപദേശം കൊടുക്കുമ്പോൾ കമാൻഡിങ്ങായി കൊടുക്കുന്നതും സ്നേഹത്തോടു കൂടി പറയുന്നതിനും വളരെ പ്രാധാന്യമുണ്ട്. സ്നേഹത്തോടു കൂടി പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിൻ്റെ ഭാഗമായി നിന്ന് അവരത് ശ്രമിക്കും. മറിച്ച് ഉത്തരവിൻ്റെ രീതിയിൽ പറഞ്ഞാൽ അത് വലിയ താല്പര്യമൊന്നും എടുക്കില്ല. ഒരുപക്ഷെ ഉദ്ദേശിച്ച ഫലത്തെ ലഭ്യമാക്കുകയും ചെയ്യില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ധന്യമാക്കുന്നതിൽ പലരുടെയും സാന്നിധ്യം തീർച്ചയായും, അല്ലെങ്കിൽ പലപ്പോഴായും നമ്മുടെ ജീവിതത്തിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടാകും. ലോകത്തിലെ തന്നെ പ്രഗത്ഭന്മാരായ മോട്ടിവേറ്റർമാർ ഒരു മണിക്കൂറിന് $500 അല്ലെങ്കിൽ 50,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ, 5,000 രൂപ ഇത്യാദി തുകയിൽ വാങ്ങുന്നവർ അനവധികളായിട്ടുണ്ട്. ഭാരതത്തിലുമുണ്ട്, ഭാരതത്തിന് പുറത്തുമുണ്ട്. അപ്പോൾ ഇവരെ എന്തിനാണ് ഇത്രയും തുക കൊടുത്ത് ഒരു മോട്ടിവേഷൻ ക്ലാസ്സിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഉയരും. അത് ശ്രമിക്കുന്നവർ അത്ഭുതമൊന്നും പ്രവർത്തിക്കുന്നില്ല, ഇന്ദ്രജാലമൊന്നും ചെയ്യുന്നില്ല, സംഭവിക്കാൻ പാടില്ലാത്തതൊന്നും സംഭവിക്കുന്നില്ല. മറിച്ച് അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ അന്ന് വരെ ചിന്തിച്ചിട്ടില്ലാത്തതും അറിയപ്പെടാതിരുന്നതും എന്നാൽ അവരിൽ തന്നെ അന്തർലീനമായിരുന്നതുമായ അനിയന്ത്രിതമായ സാധ്യതകളെയാണ് ആ മോട്ടിവേറ്റർ അവരുടെ മുമ്പിലേക്ക് തുറന്നിടുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ ലോകത്തിലെ ആദ്യത്തെ മോട്ടിവേറ്റർ ആരാണ്? ഭാരതത്തിലെ എന്നല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീനമായ കൃതിയാണ് രാമായണം. ആ രാമായണത്തിലാണ് ലോകത്തിലെ ആദ്യത്തെ മോട്ടിവേറ്ററെ പറ്റി സൂചിപ്പിക്കുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ജാംബവാനാണ്. തൻ്റെ യൗവനകാലത്ത് പെരുമ്പറ കൊട്ടി ഭൂമിക്ക് 21 പ്രാവശ്യം നിരന്തരം വലത്ത് വെക്കുന്ന സ്വഭാവത്തിനുടമയായിരുന്ന വ്യക്തി. പിന്നെയോ ദശമാത്ര കൊണ്ട് ദാനവാരിക്ക് 21 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്തവൻ. ഇത്യാദി അനവധിയായ ശക്തികളുടെ പ്രത്യക്ഷ രൂപമായ ജാംബവാൻ നമ്മുടെ മുമ്പിലേക്ക് ഒരു അഡ്വൈസറായി അല്ലെങ്കിൽ മോട്ടിവേറ്ററായി എത്തുന്നു. ആ മോട്ടിവേറ്ററുടെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഹനുമാൻ സ്വാമിക്ക് തന്നിൽ അന്തർലീനമായിരുന്ന ശക്തിയെയും കഴിവിനെയും പറ്റി ബോധ്യപ്പെടുവാൻ കഴിഞ്ഞത്. അതുകൊണ്ട് മാത്രമാണ് ശ്രീരാമചന്ദ്രന് ലങ്കയിലേക്ക് എത്തുവാനും സീതാദേവിയെ തിരികെ നേടുവാനും കഴിഞ്ഞത്. അപ്പോൾ വാനരന്മാർ കടലിനരികിലേക്ക് എത്തി തങ്ങൾക്ക് മടങ്ങിപ്പോകാൻ കഴിയില്ല, മടങ്ങി നാട്ടിലേക്ക് പോയാൽ സുഗ്രീവനാൽ വധിക്കപ്പെടും, തൊട്ട് മുമ്പിൽ കടലാണ്, ഈ കടൽ കടന്ന് എപ്രകാരം പോകും എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് യാദർശികമായി സമ്പാദിയെ കാണുന്നത്. സമ്പാദി സ്നേഹപുരസരം വാനരന്മാരോട് പറയുന്നു, രാക്ഷസ രാജാവായ രാവണന്റെ ലങ്കയിലെ കൊട്ടാരത്തിന് സമീപത്തുള്ള ഉദ്യാനത്തിലാണ് നിലവിൽ സീതാദേവി ഉള്ളത്. നിങ്ങൾക്ക് ഈ കടൽ കടന്നാൽ ദേവിയെ കണ്ടെത്താം എന്ന് പറയുമ്പോൾ, ഈ കടൽ തങ്ങൾ എങ്ങനെ കടക്കും? തങ്ങളെ കൊണ്ട് അതിന് കഴിവില്ല. തിരികെ നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ അവിടെ വാളുകൊണ്ട് നിൽക്കുകയാണ് സുഗ്രീവൻ. സീതാദേവിയെ കണ്ടെത്താതെ ആരൊക്കെയോട് വരുന്നു അവരെ മുഴുവൻ കൊല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, വധിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് എന്തായാലും മരണമുറപ്പാണ്, ഈ കടലിൽ ആടാൻ കഴിയില്ല. എന്നാൽ പിന്നെ ദർഭ വിരിച്ച് ഇവിടെ കിടക്കാം എന്ന് ചിന്തിച്ച് ഏവരും സ്വയം ആത്മഹത്യക്ക് പ്രാണത്യാഗം ചെയ്യാനായി കിടക്കുന്ന സമയത്താണ് സമ്പാദി എവിടേക്ക് എത്തുന്നതും ഈ ഉപദേശം അവർക്ക് കൊടുക്കുന്നതും. ഏതായാലും തുടർന്ന് വാനരന്മാർ ഓരോരുത്തരും ആലോചിക്കുന്നു, എന്തു ചെയ്യും? ഒരുത്തൻ പറയുന്നു, ഞാൻ 10 യോജന ചാടാം, മറ്റൊരുത്തൻ 20 യോജന, മറ്റൊരുത്തൻ 30 യോജന. ചിലർ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ചാടാം, ഇങ്ങോട്ട് ചാടാൻ എന്നെക്കൊണ്ട് ബുദ്ധിമുട്ടാണ്,
ഇങ്ങനെ ഓരോരുത്തരും പറഞ്ഞു. ജാംബവാനും പറഞ്ഞു, ആയ കാലത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇപ്പം എനിക്ക് വയ്യ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അംഗദൻ പറഞ്ഞു, അങ്ങേ ആവുമെന്ന് പറഞ്ഞാൽ അങ്ങനെ അയക്കില്ല, കാരണം അങ്ങ് വയസ്സിനാണ്, മുതിർന്നവനാണ്, ഞങ്ങളുടെ ഗുരുവാണ്, അതുകൊണ്ട് അങ്ങേ ഞങ്ങൾ അയക്കില്ല. ഇങ്ങനെ ഇവർ ഓരോക്കെ പറഞ്ഞു. ഇനിയും പറയാനായിട്ട് ഒരൊറ്റ ആൾ മാത്രമേ ബാക്കിയുള്ളൂ. നോക്കുമ്പോൾ ഒരു മൂലയ്ക്ക് താടിക്ക് കൈയും കൊടുത്ത് ഞാൻ ഇവിടെയൊന്നും ഇല്ല എന്ന രീതിയിലിരിക്കുന്നു നമ്മുടെ ഹനുമാൻ സ്വാമി. ഈ ചർച്ചയിൽ പോലും താൻ പങ്കെടുക്കാനേ യോഗ്യനല്ല, തന്നാൽ ഇതൊന്നും കഴിയുകയില്ല എന്ന് സ്വയം ചിന്തിച്ച് നിർനിമേഷനായി നിൽക്കുന്ന ഹനുമാനെ കാണുന്ന ജാംബവാൻ ഹനുമാന്റെ അരികിലേക്ക് ചെന്ന് അത്ഭുതകരമായ തലത്തിലേക്ക് ഹനുമാനെ ഉയർത്തുകയാണ്. അന്ന് വരെ ലോകം ദർശിച്ചിട്ടില്ലാത്ത അത്ഭുതകരവും അതിശക്തിമത്തായതുമായ തലത്തിലേക്ക് ഹനുമാൻ സ്വാമി ഉയർത്തപ്പെടുന്നു. മാനസികമായും ശരീരമായുമുള്ള പരിവർത്തനം നടത്തുന്നു ജാംബവാന്റെ ഹൃദ്യമായ, സ്നേഹമിശ്രണമായ, ആവേശകരമായ, അത്യുജ്വലകരമായ ആ ഉപദേശത്തിലൂടെ, മോട്ടിവേഷനിലൂടെ. കൃത്യമായി തന്നെ ജാംബവാൻ ഹനുമാൻ സ്വാമിയോട് പറയുന്നു, നീ ആരാണെന്ന് നിനക്കറിഞ്ഞുകൂടാ നിന്റെ ശക്തിയുടെ മഹിമ. നീ ജനിച്ചു വീണ് അധികകാലം കഴിയുന്നതിന് മുമ്പ് തന്നെ ഉദിച്ചുയരുന്ന ചുമന്നു തൊടുത്ത സൂര്യനെ കണ്ടപ്പോൾ അത് ഭക്ഷിക്കുവാനുള്ള വിഭവമാണെന്ന് കരുതി സൂര്യമണ്ഡലത്തിലേക്ക് കുതിച്ചു ചാടിയവനാണ്. സൂര്യമണ്ഡലത്തിൻ്റെ അരികിലേക്ക് എത്തുമ്പോൾ സൂര്യൻ്റെ പ്രഭ മൂലം ചൂടിനാൽ നീ വെണ്ണീറാകുമെന്ന് തോന്നിയ ദേവേന്ദ്രൻ നിന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി നിന്റെ ദേഹത്തേക്ക് വജ്രായുധം പ്രയോഗിച്ചു. വജ്രമേറ്റ് നീ താഴേക്ക് പതിച്ചു ബോധരഹിതനായി. തൻ്റെ പുത്രനായ ആഞ്ജനേയനെ ഇന്ദ്രൻ ആക്രമിച്ചതിൻ്റെ പ്രതികാരമായി, അല്ലെങ്കിൽ അതിനുള്ള പ്രതിഷേധമായി, വായുദേവൻ തൻ്റെ പുത്രനെയും കൊണ്ട് പാതാളത്തിലേക്ക് പോകുന്നു. ഭൂമിയിലെ സകല ജീവജാലങ്ങളും പ്രാണവായു ലഭ്യമാകാതെ പിടഞ്ഞു വീഴുന്ന തലത്തിലേക്ക് എത്തുന്നു. ദേവന്മാരും അസുരന്മാരും യക്ഷന്മാരും കിന്നരന്മാരുമെല്ലാം അഭയം പ്രാപിക്കുന്നു ബ്രഹ്മപാദങ്ങളിൽ. തുടർന്ന് ബ്രഹ്മദേവനും സമസ്ത ദേവന്മാരും അവിടേക്ക് എത്തുകയും വായുദേവനെ ആശ്വസിപ്പിക്കുന്നു. നിന്റെ പുത്രനായി ഇപ്പോഴെന്നല്ല ഒരിക്കലും മരണം സംഭവിക്കുകയില്ല, അവൻ ചിരഞ്ജീവിയായി ഉണ്ടാകും എന്ന അനുഗ്രഹം കൊടുക്കുന്നു. അവിടെ സന്നിഹിതരായിരുന്നവരെ എവരും ഹനുമാൻ എന്ന ദിവ്യമായ നാമം കൊടുത്ത് അദ്ദേഹത്തെ ആദരിച്ചു, അനുഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ അജയ്യമായ ശക്തിയുടെ ഉറവിടമാണ് നീ. കുട്ടിക്കാലത്ത് നിനക്കത് കഴിഞ്ഞുവെങ്കിൽ ഇപ്പോൾ നിന്റെ ശക്തി എത്രത്തോളം വികസിച്ചിരിക്കുന്നു. പിന്നെയോ മറ്റൊന്നുകൂടി പറയാം, ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വാനന്മാരുണ്ടായിരുന്ന സംഘത്തിൽ മറ്റാരെയും ശ്രീരാമസ്വാമി വിളിച്ചില്ല, നിന്നെയാണ് വിളിച്ചത്. നിന്റെ കയ്യിലാണ് അടയാള വാക്യവും അടയാള ദ്രവ്യവും തന്നത്. എന്തുകൊണ്ടായിരിക്കും അത് ചെയ്തത്? നിന്നാലത് കഴിയുമെന്ന് ശ്രീരാമസ്വാമിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ശ്രീരാമസ്വാമിക്ക് ബോധ്യമായെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്നാലേ അത് കഴിയൂ എന്നതുകൊണ്ട് മാത്രമാണ് നിന്നെ മാത്രം അരികിലേക്ക് വിളിച്ച് നിന്റെ കയ്യിൽ തന്നത്. അതുകൊണ്ട് നീ ഉയരണം, നിന്റെ ശക്തി മനസ്സിലാക്കണം. നീ നിസ്സാരനല്ല, സാധാരണ ഒരു വാനരനല്ല, മറിച്ച് വിശ്വപ്രകൃതിയുടെ പ്രാണനായ വായുവിൻ്റെ ശക്തി. പിന്നെയോ മഹാദേവൻ്റെ ഉജ്ജ്വലകരമായ ബീജാംശമാണ് നീ. പിന്നെയോ കേസരി എന്ന വീരശൂര പരാക്രമിയെ കൊന്ന കേസരി എന്ന അത്ഭുതകരമായ ശക്തിക്കുടമയായ വാനവ ശ്രേഷ്ഠൻ്റെ പുത്രനാണ് നീ. അതുകൊണ്ട് നിനക്ക് കഴിയും, നിനക്കേ കഴിയൂ എന്ന് പറഞ്ഞതോടുകൂടി എത്ര തളർച്ച ബാധിച്ചവനെ ഉത്തേജിപ്പിക്കത്തക്ക രീതിയിൽ ഉപദേശിക്കുക വഴി ആഞ്ജനേയസ്വാമി ഉയരുന്നു. തുടർന്ന് തൻ്റെ വിശ്വരൂപം പ്രകടിപ്പിക്കുകയും ഗംഭീരമായ തലത്തിലേക്ക് ഉയർന്ന ആഞ്ജനേയസ്വാമി, എൻ്റെ ആരാധനാമൂർത്തിയായ ശ്രീരാമദേവൻ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാനിതാ പൂർത്തീകരിക്കുവാൻ വേണ്ടി പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് ലോകവും കേൾക്കെ ഉറക്കെ അലറിക്കൊണ്ട് അന്തരീക്ഷത്തിലേക്ക് പറന്നുയരുകയും രാവണനെ പോലും ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി ലങ്കയിലേക്ക് എത്തുകയും ചെയ്യും. പറഞ്ഞു വന്നത് രാമായണ കഥയാണെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അത്ഭുതകരമായ തലത്തിലേക്ക് മാറുന്നതും ഇത്തരത്തിലുള്ള ഓരോ മോട്ടിവേറ്റർമാരും എപ്പോഴെങ്കിലും ഒക്കെ എത്തിക്കാണും. ഒരുപക്ഷെ ഗുരുവായി വേണമെന്നില്ല, പ്രായമായ ഒരാളാകാം, പ്രായം കുറഞ്ഞ ഒരാളാകാം, അയൽവാസിയാകാം, കച്ചവടക്കാരനാകാം, കാഴ്ചക്കാരനാകാം, മിത്രമാകാം, ശത്രുവാകാം. ഒരുപക്ഷെ നിരന്തരം ഒരാൾ നമ്മളെ അടച്ചാക്ഷേപിക്കുമ്പോൾ യവൻ്റെ മുമ്പിൽ എൻ്റെ ശക്തി പ്രകടിപ്പിക്കണം, എനിക്കുയരണം എന്ന ചിന്ത നമ്മിലേക്ക് എത്തപ്പെടും. അങ്ങനെ ചിന്തിച്ചാൽ അപ്പോൾ ആ ശത്രുവും നമ്മുടെ മോട്ടിവേറ്ററാണ്. ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ, ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ നമ്മിലേക്ക് എത്തപ്പെടണമെങ്കിൽ അതിന് കാരണമായി ഒരു മോട്ടിവേറ്റർ ഉണ്ടാകണം. അടുത്ത കാലത്ത് നമ്മൾ പേപ്പറിൽ കണ്ടതാണ്, 6 മാസത്തിനുള്ളിൽ ലോകത്തിൽ 8000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള 14 കൊടുമുടികൾ കീഴടക്കിയ പർവ്വതാരോഹകൻ. അനേകം പേർക്ക് പർവ്വതാരോഹണത്തിനുള്ള പ്രചോദനം കൊടുത്ത വ്യക്തി, കഴിയില്ല എന്ന് സങ്കടപ്പെട്ടിരുന്ന പലരെയും ഉത്തേജിപ്പിച്ച വ്യക്തി, തൻ്റെ കർമ്മപഥത്തിൽ മറ്റാർക്കും കണ്ടെത്താൻ കഴിയാത്ത, നേടാൻ കഴിയാത്ത ഉജ്ജ്വലകരമായ സ്ഥാനമാണ് അദ്ദേഹം നേടിയത്. സൂചിപ്പിച്ചത് ഒരു കായിക താരമാകട്ടെ, അല്ലെങ്കിൽ ഒരു കലാകാരനാകട്ടെ, ഒരു സംഗീതജ്ഞനാകട്ടെ,
ഒരു വാഗ്മിയാകട്ടെ, ആരുമായിക്കോട്ടെ, അത്തരത്തിലുള്ള അറിവുകളെ തൻ്റെ മുമ്പിലിരിക്കുന്ന അല്ലെങ്കിൽ തന്നെ ശ്രമിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് കണ്ടെത്തുകയും അവരെ ഓരോരുത്തരെയും അർഹിക്കുന്ന തലത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ആരാധ്യരായ മോട്ടിവേറ്റർമാർ ഈ ലോകത്തിന് അത്യന്താപേക്ഷിതമാണ്. അവരിലൂടെയാണ് ലോകം ഐശ്വര്യകരമായ തലത്തിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ അവരിലൂടെയാണ് നമ്മളും നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള ലോകവും മികവുറ്റതാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ ഐശ്വര്യപ്രദമാക്കുവാൻ ചെറിയ ചെറിയ ഉപദേശങ്ങളിലൂടെയെങ്കിലും നമ്മെ ധന്യമാക്കിയിട്ടുള്ള എല്ലാ മോട്ടിവേറ്റർമാരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട്, പ്രിയമിത്രങ്ങൾക്കും അറിവിൻ്റെ നിറകുടങ്ങളായ അനേകം മോട്ടിവേറ്റർമാരുടെ പിന്തുണ ലഭിക്കട്ടെ, ഉപദേശം ലഭിക്കട്ടെ. അതിലൂടെ നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതം കുതിച്ചുയരട്ടെ എന്ന് ഭക്തിയാദരപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ, അമൃതം ഗോപാലകൃഷ്ണൻ എന്ന ഈ എളിയവൻ്റെ ശതകോടി പ്രണാമം.